കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുധീഷ്. എന്തായാലും അവന് രണ്ടടി കൊടുത്തപ്പോഴത്തേക്കും നല്ലതുപോലെ അവന് എന്തായാലും ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഭാഷ് പറയുക, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നികേഷ് പറഞ്ഞു കേട്ടില്ലേ, ഇവർ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ ഇതൊന്നും തുറന്ന് പറഞ്ഞില്ലായിരുന്നു. അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു, വീണ്ടും വീണ്ടും ആവർത്തിക്കില്ലായിരുന്നു. ഇത് നിധി പറഞ്ഞിട്ടാ ഇങ്ങനെയൊന്നും പറയാത്തതെന്ന് നികേഷ് പറയുന്നുണ്ട്. ആ സമയത്തും ഹരീഷ് പറയുക, ഞാനല്ലേ എല്ലാത്തിനും കാരണം, എൻ്റെ ഒരു കാര്യത്തിലല്ലേ ആ കുടുംബക്കാർ നിങ്ങളെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അത് കാര്യമാക്കണ്ട, ഇതൊരു കഷ്ടപ്പാടല്ലല്ലോ, എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടേ? 5 പേരുള്ള ആണുങ്ങളെ വീട്ടിൽ താമസിക്കുന്നെന്ന് പറഞ്ഞ് എന്തും പറയാവോ? അതുമാത്രമല്ല, ആരെന്നോ ഒന്നും അറിയാതെ വിവരമില്ലാത്ത സംസാരം അതവന് നല്ലതുപോലെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഓഫീസിൽ പോവാതെ തിരിച്ചിങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് നിധി. അപ്പോഴത്തേക്കും സുഭാഷ് പറയുക, എന്തായാലും നല്ല കാര്യമോ ഇത് ചെയ്തത്. അച്ഛനാണെങ്കിൽ സമയത്തിന് എത്തുകയും ചെയ്തു അവിടെ. അതുകൊണ്ട് നല്ലതുപോലെ അവനും അവൻ്റെ കൂട്ടുകാർക്കും കൊടുക്കാനും പറ്റി എന്ന് പറയുന്നുണ്ട്. സുധീഷ് പറയുക, എനിക്ക് അവൻ്റെ കൊല്ലാതെ ദേഷ്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്നിട്ട് കൊന്നിട്ട് ജയിലിൽ പോകാനാണോ? ആ, ജയിലിൽ പോവും. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നിധിക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുണ്ടല്ലോ എന്നൊരു തോന്നൽ നിധിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, ആരും ചോദിക്കാനും പറയാനും ഇല്ലയെന്ന് പറഞ്ഞിട്ടാ ഇത്രയും നാൾ തലയിൽ കയറിയത്. എന്തായാലും എനിക്ക് അവരെ വീട്ടിലൊന്ന് പോകണം, ഒന്ന് കാണണം. ഇപ്പം 2 അക്ഷരം പറയണം എനിക്ക് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും. പിന്നെ നീതുവിനെയും കാണണം. നീതുവിനെ ഞാൻ വിചാരിച്ചു ഇനി എത്രത്തോളം പോയിരുന്നാലും എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷേ ഇനി ആ കുടുംബത്തിൽ നിന്ന് തന്നെ പെണ്ണ് ഞാൻ കെട്ടിക്കൊണ്ട് ഈ വീട്ടിൽ തന്നെ വരും എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അതാ ചെയ്യേണ്ടത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സുധീഷ് പറയുന്നുണ്ട്, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ എന്ന് പറഞ്ഞതും ഇതിൻ്റെ ഇടയ്ക്കാണോ നിൻ്റെ തമാശയെന്ന് സുഭാഷ് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നീതുവിൻ്റെ സഹോദരൻ വീട്ടിലെ കൂട്ടുകാരുമൊത്ത് എല്ലാവരും കൊണ്ടാക്കുന്നുണ്ട് അടി കിട്ടിയ ശേഷം. എന്നിട്ട് വീട്ടുകാരാണെങ്കിൽ പേടിച്ച് എന്താ ചെയ്യണം, എന്ത് പറ്റി എന്നൊന്നും അറിയാതെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിധിയുടെ കാര്യവും അതുപോലെ തന്നെ സുഭാഷും ഹരീഷും ഇവൾ സ്നേഹിക്കുന്ന അവനാ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിങ്ങനെ ചെയ്തതിന് കാരണം എന്തെങ്കിലും പറയാതെയോ എന്തെങ്കിലും പ്രവർത്തിക്കാതെയോ ഇങ്ങനെയൊന്നും അവരടിക്കില്ല. അതും എല്ലാവരും കൂടെ വന്ന് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുറപ്പാ എന്ന് പറഞ്ഞതും ഒരു വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് നീതുവിനെ. എന്തായാലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെയൊന്ന് അടിച്ച് കാലൊടിച്ചിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നോ? എന്തു പറഞ്ഞിരുന്നാലും നിനക്കിപ്പോൾ അവരല്ലേ വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്കിനി കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നിങ്ങളടുത്ത്. ആ വീട്ടിലെ കൊച്ചിനെക്കുറിച്ച് പറയേണ്ട ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. എന്തോ ഒരു അബദ്ധത്തിൽ കല്യാണം കഴിച്ച് ആ വീട്ടിലെ ഒരു പ്രണയ കാരണം ഈ വീട്ടിൽ വന്നത്, അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ സ്വന്തം വീട്ടിലായിരുന്നെങ്കിൽ ഈ നിലയ്ക്ക് തിരിച്ചു പോലും വരില്ലായിരുന്നു. അത്രയ്ക്കും വലിയ കുടുംബത്തിൽ ജനിച്ച ആ കൊച്ചിനെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് നീതു ചോദിക്കുന്നുണ്ട്. അതിനെന്താ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, നീ അവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീതു ആണെങ്കിൽ അകത്തേക്ക് പോയി എന്ന് ഹരീഷിനെ വിളിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ നിൻ്റെ ചേട്ടൻ്റെ തന്നെ ചോദിക്ക്, ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് വരാനിരിക്കുക, ഇനി വീട്ടിൽ വന്ന് നിൻ്റെ അച്ഛനോ അമ്മയോ ഒന്ന് കാണണം. ഇത് പറഞ്ഞത് നീതു പറയും, എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുന്നത്. അത് നിധി ആണെങ്കിൽ അവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് കാണിച്ചത്, റോഡിൽ നിൽക്കാൻ വേണ്ടി പാടില്ല, എന്താ പെണ്ണുങ്ങൾക്ക് വഴി നടന്നൂടെ നിൻ്റെ ചേട്ടനെ പേടിച്ച് എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. ഇതായിരുന്നോ, ഞാനാണെങ്കിൽ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വന്ന് തിരിച്ച് നീതു അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് അറിയാമോ, നിധി ചേച്ചിയെ അവിടെ വെച്ച് റോഡിൽ വെച്ച് എല്ലാവരുമായിട്ട് കളിയാക്കി
അതുകൊണ്ടാണ് കിട്ടിപ്പിടിച്ചത്. ഇനി ചെയ്താൽ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ ചേട്ടനായിരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നീതുവിൻ്റെ സഹോദരൻ പറയുക, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ പകരം ഞാൻ വീട്ടുമെന്ന് പറയുന്നുണ്ട്. പകരം വീട്ടി ഇതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങളാവേ ഉള്ളൂ. ഇത്രയും ദിവസം ആയിട്ടും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് നിർത്തിക്കോണം എന്ന് പറഞ്ഞിട്ട് നീതു അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം നീതുവിൻ്റെ അച്ഛനും അമ്മയും പറയുക, എന്തായാലും ഇവൾക്ക് കണ്ടുപിടിച്ച ഒരാളെ കൊള്ളാം, ആ കുടുംബത്തിലേക്ക് ഇവളെ എങ്ങനെ നമ്മൾ കല്യാണം കഴിക്കായിരിക്കും, എങ്ങനെയാണ് ജീവിക്കുക, ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് അവളെ പ്രേമമായിപ്പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ തീർത്ത് കൊടുക്കാം അമ്മേ എന്ന് നീതുവിൻ്റെ സഹോദരൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നീതു ആണെങ്കിൽ വീണ്ടും ഫോൺ വിളിച്ച് ഹരീഷിനത് പറയുക, ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയുക, പക്ഷേ നീ മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം, അനുഭവിച്ചത് അവർക്കല്ലേ വിഷമം വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീതു ആണെങ്കിൽ നിധിയെടുത്ത് ഫോൺ കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ ഇത് ആവർത്തിക്കില്ല, എൻ്റെ ചേട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാനത് ഇപ്പോൾ തന്നെ മറന്നു കഴിഞ്ഞു, ആ ഒരു അടിയിൽ തന്നെ എന്തായാലും കിട്ടേണ്ടത് കിട്ടി, എനിക്ക് ഇവർ നീതി കിട്ടിയില്ലേ, അതുപോലെ തന്നെയാണ്. എന്തായാലും ഇനിയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് അനങ്ങാൻ പറ്റാത്ത വിധമാണ് ഇവർ അടിച്ചിട്ടുള്ളത്, നല്ലതുപോലെ നോക്കണം, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയെന്ന് പറഞ്ഞിട്ട് നീതു ഫോൺ വെക്കുന്നുണ്ട്. ആ സമയം സുഭാഷ് പറയുക, എന്തായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടിയേ മതിയാവുള്ളൂ, ഇനിയും അവൻ ഇതുവരെ തീർന്നിട്ടില്ല, ഇനിയും എനിക്ക് അവനെ കാണണം എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പറയുന്നതായിട്ട് നിധി പറയുക, ഇനിയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഇനി വേണ്ട, ഇനി ഞാനാണെങ്കിൽ പുറത്ത് പോയിരുന്നാലും ഇനി ഒരനക്കവും ഉണ്ടായിരിക്കില്ല, അതിനത്രയും നിങ്ങൾ കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. എന്താ താമസിച്ചതെന്ന് ചോദിച്ചിട്ട് ഓഫീസിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സ്നേഹത്തോടെ എന്തെങ്കിലും പ്രേമം നടിക്കുന്ന ഒരാൾ വന്നതെന്ന് പറയുക, ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ആരുടെയും സ്നേഹം നീ കണ്ടില്ലെന്ന് നടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, ആരെയും എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ഞാനാണെങ്കിൽ എത്ര ദിവസം വീട്ടിൽ കൊണ്ടുവിട്ടതും അതുപോലെ റോഡിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പറയും, ഇപ്പോൾ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല, എന്താ കാര്യം, എന്താ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, ഞാനാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണ ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി, കൂടുതൽ അടുപ്പമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തായാലും ഫ്രണ്ടെന്ന് നടിച്ച് ബാക്കി നടന്നപ്പോഴേ എനിക്ക് സംശയമായിരുന്നു നിൻ്റെ അടുത്ത് അവന് പ്രേമമാണെന്ന്, ഒരാളെ കൊണ്ട് പ്രേമം സഹിക്കാൻ വയ്യാതെ ഇനി ഇരിക്കുക, ഇനി അടുത്തയാൾ എന്ന് നിധി പറയുന്നുണ്ട്. ഇനിയാണെങ്കിൽ നല്ലതുപോലെ അടി കിട്ടും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തിരിച്ച് രാജീവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് ഉണ്ടായ ഒരേ അനുഭവം മാത്രമാണ് ഇന്നും എനിക്കുണ്ടായത്. എന്തായാലും അവർ സൂര്യയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് അച്ഛൻ വന്ന് കൊണ്ടുപോയതാണ്, പക്ഷേ എങ്ങനെയോ എല്ലാവരും കൂടെ വന്ന് വീണ്ടും എൻ്റെ സമ്മതത്തോടല്ലേ വരാൻ പറ്റുള്ളൂ, അങ്ങനെ ഞാൻ തിരിച്ചിവിടെ വീട്ടിലേക്ക് വന്നു. ഇന്നാണെങ്കിൽ അവരെന്നെ പൊന്നുപോലെ നോക്കുകയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കാണെങ്കിൽ ആ വീട്ടുകാരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ സുധീഷിൻ്റെ കാര്യം, സുധീഷാണെങ്കിൽ നല്ല പയ്യനൊക്കെ തന്നെയാണ്, പക്ഷേ എന്നെ ചതിച്ചത് ഞാൻ മറക്കില്ല. എന്നെ ഒരു കല്യാണത്തിനെ കുറിച്ച് ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിമറിച്ച് നിയമപരമായിട്ട് കല്യാണം ആക്കി തീർത്തില്ലേ, അതിനൊക്കെ അവനെക്കൊണ്ട് സാധിച്ചില്ലേ, അതുകൊണ്ട് എനിക്കത് മറക്കാനൊന്നും പറ്റില്ല എന്ന് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിധി. എന്തായാലും വീട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് വന്നില്ലേ, ഇനിയാണെങ്കിൽ അവരിനി തിരിച്ചും വീണ്ടും വന്ന് കൊണ്ടുപോകാൻ മടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, ഏത് സമയത്തും അവരെ എന്നെ ഒറ്റയ്ക്ക് കണ്ടാൽ അവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക തന്നെയാണ്. എന്തായാലും ഞാൻ ഇനി തിരിച്ചങ്ങോട്ട് പോവില്ല, പോയി കഴിഞ്ഞാൽ എന്നെ ആ അന്നത്തെ കല്യാണാലോചന വിട്ട് ഇപ്പോൾ തന്നെ എന്നെ കെട്ടിച്ചയക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷിന് നിനക്ക് കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് താല്പര്യമില്ല, എന്തായാലും ഞാനന്ന് അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല. സുഭാഷ് ചേട്ടനെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാൻ കരുതുന്നത്, അതുപോലെ തന്നെ ആ വീട്ടുകാരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാനും ഒരു വലിയ സപ്പോർട്ടായിട്ട് അവർക്കുണ്ട്, അതെനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും എപ്പോഴും
വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനും ഉണ്ട്. എന്തായാലും സമയം പോകുന്നതും അറിയില്ല അവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും. അങ്ങനെ ആ സമയത്ത് രാജീവ് ഫോൺ വിളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. എനിക്കാണെങ്കിൽ അവിടെ ഒരാളുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ, നിൻ്റെ നീക്കങ്ങൾ അറിയാനും. നിന്നെ കരുതി അവിടെ കവലയിൽ വഴക്കുണ്ടായെന്നാണല്ലോ അറിഞ്ഞത്. നീ എന്താ ആ വീട്ടുകാരുടെ, എന്നിട്ട് നീ അവിടെ നിൽക്കേണ്ട കാര്യം എന്താ? ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് പോലും നീ പോയില്ലേ? ഇനിയാണെങ്കിൽ ഞാനാണെങ്കിൽ എന്താ ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ട് നിൽക്കുക സുഭാഷ്. എന്താ ആരാന്നൊക്കെ ചോദിക്കുന്നു. അത് അച്ഛനാണ് വിളിക്കുന്നത്. ഇവിടുത്തെ കാര്യം എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഇനി ഇവിടെ നിർത്താൻ പാടില്ലെന്നൊരു ഉദ്ദേശം അവർക്കുള്ളത്. പക്ഷേ ഞാൻ സമ്മതിക്കില്ലല്ലോ. അതിന് നല്ലത് നിയമപരമായിട്ട് വേർപെടുത്താതിരിക്കുക, നിങ്ങൾ പിരിയാതിരിക്കുക, അതാണ് ഏറ്റവും വേണ്ടതെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അല്ല എങ്കിൽ നിന്നെ കൊണ്ടുപോകാനും ആരും മടിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സുധീഷ് പറയുക, ശരിയാ സുഭാഷേട്ടൻ പറഞ്ഞത് ശരിയാ. നിങ്ങൾ വിചാരിച്ചതുപോലെ ഞാൻ കല്യാണം കഴിച്ചിട്ട് കുട്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോവില്ല. ഇത് വേണ്ട, നമുക്ക് ബന്ധം വേർപെടുത്തണ്ട നിധി എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. ഇത് കേട്ടതും സങ്കടത്തോടെ നോക്കുന്നത് നികേഷും ഹരീഷും. ഇത് മനസ്സിലാക്കാതെ ഭാസ്കരൻ പറയുക, ഞാൻ പറയുന്നത് ശരിയാ. ഇതിനെ മനസ്സിലാക്കി നിധി നല്ലതുപോലെ നല്ല കുട്ടിയായിട്ട് അവനെ സ്നേഹിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മാത്രം എൻ്റെ അടുത്ത് പറയരുത്. പക്ഷേ എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അച്ഛനാണെങ്കിൽ ഇനിയും വരും എന്നൊന്ന് തോന്നൽ എനിക്ക് തോന്നുന്നു എന്ന് ഭാസ്കരൻ